السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ഹദീസ് പാണ്ഡിത്യത്തിന്റെ വിഷയത്തിലും മറ്റു വിജ്ഞാന ശാഖകളിലുമെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു എന്ന് എല്ലാ വിഭാഗം ആളുകളും സമ്മതിച്ചിട്ടുണ്ടെന്നാണ് നേരത്തെ നാം വിശദീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പ്രാവീണ്യം വിജ്ഞാനത്തിൽ നേടിയിട്ടുള്ള മഹാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ചെറുതായി സൂചിപ്പിച്ചതുപോലെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, ഇദാ സുഇൽതു അൻ മസ്അലത്തിൻ ലാ അഅരിഫു ഫീഹാ ഖബറൻ. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, എനിക്ക് ഒരു മസ്അല എന്നോട് ഒരാൾ ചോദിച്ചു, അങ്ങനെ അതിൽ ഒരു ഹദീസ് ഡയറക്ട്ലി എനിക്ക് അതിന്റെ നിയമം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഹദീസ് എനിക്ക് അറിയില്ലെങ്കിൽ ഖുൽതു ഫീഹാ, ആ വിഷയത്തിൽ ആ മസ്അലയിൽ ഞാൻ പറയും ബി ഖൗലി ശാഫഈ റളിയല്ലാഹു അൻഹു, ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് എന്താണോ അതനുസരിച്ച് അങ്ങ് പറയും. ലി അന്നഹു, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്? കാരണം ദുകിറ ഫിൽ ഖബരി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസിൽ വന്നതായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യുഖയ്യിദു ഫീ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുഅല്ലിമുൻ നാസ സുനൻ. എല്ലാ നൂറ്റാണ്ടുകളിലും എല്ലാ നൂറ്റാണ്ടിന്റെയും ആരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ, അവിടുത്തെ ചര്യകൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയെ അല്ലാഹു തആല നിശ്ചയിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ വ്യക്തി എന്തൊക്കെ ചെയ്യും? ഒന്ന്, യുഅല്ലിമുൻ നാസ സുനന, നബി സല്ലല്ലാഹു തങ്ങളുടെ ഹദീസുകളെ ജനങ്ങൾക്ക് പഠിപ്പിക്കും. രണ്ടാമത്തേത് വയൻഫി അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കദിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് കളവുകളെ അദ്ദേഹം ഒഴിവാക്കും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മേലിൽ എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ ആരെങ്കിലും പറഞ്ഞു പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആ മുജദ്ദിദായിട്ട് വരുന്നയാള് അതൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ സ്ഥിരീകരിക്കുകയും സുന്നത്തല്ലാത്തത് സുന്നത്തെന്ന പേരിൽ ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവയെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കും. എന്നിട്ട് അത് ഹദീസിലുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫനളർന, അപ്പൊ നമ്മൾ നോക്കി ആരൊക്കെ ആയിരിക്കാം ഈ ഒരു പറഞ്ഞ മുജദ്ദിദാകാൻ യോഗ്യതയുള്ളവർ. ഫൈദൻ ഫീ റഅസിൽ മിഅത്തി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് അതിനു പറ്റിയ ഒരു ഫിറ്റായ ആളായിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, 2-ാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട നീതിയുടെ നിദർശനമായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാണ്. വഫീ റഅസിൽ മിഅത്തൈനി അശ്ശാഫിഈ, 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിനെയാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ ശരിയായ വിധത്തിൽ സമൂഹത്തിലേക്ക് എത്തിക്കുകയും ഹദീസ് അല്ലാത്തത് ഹദീസിന്റെ മേൽവിലാസവുമായി ആരെങ്കിലും കടത്തിക്കൂട്ടാൻ ശ്രമിച്ചാൽ അതിനെ നിരാകരിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടിയുള്ള മുജദ്ദിദ് എന്ന മഹാസ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 2-ാം നൂറ്റാണ്ടിലെ യോഗ്യനായിട്ടുള്ള വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നത് ബഹുമാനപ്പെട്ട ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുകൊണ്ടൊരു വിഷയത്തിൽ എനിക്ക് ഹദീസ് കിട്ടിയില്ലെങ്കിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ആ മസ്അലയിലുള്ള സ്റ്റാൻഡ് എന്താണോ അത് ഞാനങ്ങ് പറയും. കാരണം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരിക്കലും എന്തിനെതിരെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുറപ്പുണ്ട്, നബിതങ്ങളുടെ സുന്നത്തിനെതിരിൽ പറയില്ല എന്നുറപ്പുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ പ്രസ്താവനയുടെ ആധികാരികതയും അതേപോലെ ഇതിന്റെ ഗൌരവവും പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മുജദ്ദിദ് എന്ന സ്ഥാനത്തിന് അല്ലാഹു തആല ഓരോ നൂറ്റാണ്ടിലും ചുരുങ്ങിയത് ഒരാളെങ്കിലും തെരഞ്ഞെടുക്കും. ഒന്നിലധികം ആളുകൾ മുജദ്ദിദായി വരുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത് സംബന്ധമായിട്ട് ഒരു പ്രസിദ്ധമായിട്ടുള്ള കവിത അദ്ദേഹം ചൊല്ലിയത് കാണാൻ പറ്റും. അൽഹംദുലില്ലാഹിൽ അലീമിൽ മിന്ന അൽ മാനിഹിൽ ഫളല അലി അഹ്ലി സുന്ന
സുമ്മ സ്വലാത്തു വസ്സലാമു നൽതമിസ് അലാ നബിയിൻ ദീനുഹു ലാ യന്തരിസ്. അല്ലാഹുവിന് സ്തുതിയും അതേപോലെ തന്നെ നബിതങ്ങളുടെ പേരുള്ള സ്വലാത്തൊക്കെ ചൊല്ലിക്കൊണ്ട് മഹാൻ പറയാണ്, ലഖദ് അതാ ഫീ ഖബരിൻ മുസ്തഹരി റവാഹു കുല്ലു ഹാഫിളിൻ മുഅ്തബരി. പരിഗണനാർഹരായിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, ബിഅന്നഹു ഫീ റഅസി കുല്ലി മിഅ യബ്അസു റബ്ബുനാ ലിഹാദിൽ ഉമ്മ. എല്ലാ നൂറ്റാണ്ടിന്റെയും ആരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ദീനിനു വേണ്ടി നിയോഗിക്കുന്നതാണ്. മിന്ന അലൈഹ ആലിമൻ യുജദ്ദിദു ദീനൽ ഹുദാ ലി അന്നഹു മുജ്തഹിദു. ഓരോ നൂറ്റാണ്ടിലും ഈ മതത്തിൽ ഉമ്മത്തിൽ നിന്ന് അല്ലാഹു തആല ഒരു ആലിമിനെ നമുക്ക് വേണ്ടി നിയോഗിക്കും. ആ ആലിമ് അല്ലാഹുവിന്റെ സത്യസന്ധമായിട്ടുള്ള ദീന് അത് ശരിയായ വിധത്തിൽ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. ഫകാന ഇൻദൽ മിഅത്തിൽ ഊലാ ഉമർ ഖലീഫത്തൽ അദ്ലി ബിജ്മാഇൻ വഖർ. ഏകകണ്ഠമായി മുസ്ലിം ലോകത്ത് നീതിമാനാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ. വശാഫിഇയ്യു കാന ഇൻദ സാനിയ ലിമാ ലഹു മിനൽ ഉലൂമിസ് സാമിയ. രണ്ടാം നൂറ്റാണ്ടിൽ ആ സ്ഥാനം ഷാഫി ഇമാമിനുള്ളതാണ്. എന്തുകൊണ്ട്? ലിമാ ലഹു മിനൽ ഉലൂമിസ് സാമിയ, ഉന്നതമായ സകല വിജ്ഞാന ശാഖകളിലും തനിക്കുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാവീണ്യം കാരണത്താൽ. വബ്നു സുറൈജിൻ സാലിസുൽ ലഇമ്മ വൽ അശ്അരിയ്യു അദ്ദഹു മൻ അമ്മ. മൂന്നാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇബ്നു സുറൈജ് റളിയല്ലാഹു അൻഹു ആണെന്നും മഹാനായ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു ആണെന്നും ഒക്കെ യോഗ്യരായ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വൽ ബാഖിലാനി റാബിഉൻ സഹുനൗ അൽ-ഇസ്ഫറായിനി ഖുൽഫൻ ഖദ് ഹഖൗ. നാലാം നൂറ്റാണ്ടിൽ ഇമാം ബാഖിലാനി, അതേപോലെ ഇമാം സഹിൽ, ഇമാം ഇസ്ഫറായിനി എന്നിവരുടെയൊക്കെ പേരുകൾ പല പണ്ഡിതന്മാരും അവരുടേതായിട്ടുള്ള മഹത്വങ്ങൾ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം മുജദ്ദിദുകൾ ഉണ്ടാകുന്നതിന് തടസ്സമല്ല എന്ന ആ അഭിപ്രായം എടുക്കുമ്പോൾ ഇവരൊക്കെ മുജദ്ദിദായി കാണുന്നതിന് കുഴപ്പമില്ല എന്നർത്ഥം. വൽ ഖാമിസുൽ ഹിബ്റുൽ ഹുവൽ ഗസ്സാലി വഅദ്ദുഹു മാ ഫീഹി മിൻ ജിദാലി. അഞ്ചാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ മുജദ്ദിദായി പരിഗണിക്കുക എന്ന വിഷയത്തിൽ മാ ഫീഹി മിൻ ജിദാലി, അതിൽ തർക്കമേ ഇല്ല, ഏകകണ്ഠമാണ് എന്നർത്ഥം. വസാദിസുൽ ഫഖറുൽ ഇമാമുർ റാസി വറാഫിഇയ്യു മിസ്ലഹു യുവാസി. ആറാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങളാണെന്നും ഇമാം റാഫിഇ റളിയല്ലാഹു അൻഹു ആണെന്നും അഭിപ്രായമുണ്ട്. വസാബിഉർ റാഖി ഇലൽ മാറാഖി ഇബ്നു ദഖീഖുൽ ഈദ് ബിത്തിഫാഖി. ഏഴാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഇബ്നു ദഖീഖുൽ ഈദ് തങ്ങളാണ്. വസാമിനുൽ ഹിബ്റു ഹുവൽ ബുൽഖൈനി ഔ ഹാഫിദുൽ അനാമി സൈനുദ്ദീനി. ഇമാം ബുൽഖൈനി ആണോ ഇമാം സൈനുദ്ദീൻ തങ്ങളാണോ എട്ടാം നൂറ്റാണ്ടിന്റേത് എന്ന വിഷയത്തിൽ തർക്കമുണ്ട്. വശർതു ഫീ ദാലിക അൻ തുംലിൽ മിഅ വഹുവ അലാ ഹയാതിഹി ബൈനൽ ഫിഅ യുശാറു ബിൽ ഇൽമി ഇലാ മഖാമിഹി വയൻസുറു സുന്നത ഫീ കലാമിഹി വഅൻ യകൂന ജാമിഅൻ ലികുല്ലി ഫൻ വഅൻ യഉമ്മ ഇൽമഹു അഹ്ലൽ സമൻ വഅൻ യകൂന ഫീ ഹദീസിൻ ഖദ് റവ من أهل بيت المصطفى وقد قضى وكونه فردا هو المشهور قد نطق الحديث والجمهور. ബഹുമാനപ്പെട്ട ഇങ്ങനൊരു മുജദ്ദിദ് എന്ന സ്ഥാനത്തേക്ക് വരണമെങ്കിലുള്ള യോഗ്യതകൾ ഇമാം സുയൂത്തി തങ്ങൾ പറയുകയാണ്. അദ്ദേഹം ഒരു നൂറ്റാണ്ട് തന്റേതായിട്ടുള്ള ജനങ്ങൾക്കിടയിലുള്ള ജീവിതത്തിൽ തന്നെ ആ നൂറ്റാണ്ടിൽ കഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടാകണം. എങ്ങനെ? യുഷാറു ബിൽ ഇൽമി ഇലാ മഖാമിഹി, വിജ്ഞാനത്തിൽ തന്റെ ആ മഹത്തായ സ്ഥാനം ആളുകളെല്ലാം ചൂണ്ടിക്കാണിക്കും വിധത്തിൽ അദ്ദേഹത്തിന് വിജ്ഞാനത്തിൽ പ്രാവീണ്യമുണ്ടാകണം. അതോടൊപ്പം തന്നെ വയൻസുറു സുന്നത ഫീ കലാമിഹി, തന്റെ വാക്യങ്ങളിലൂടെ, വാചകങ്ങളിലൂടെ, പ്രഖ്യാപനങ്ങളിലൂടെ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ അദ്ദേഹം സഹായിക്കണം. അതോടൊപ്പം തന്നെ വായ്യക്കൂന ജാമിഅൻ ലികുല്ലി ഫന്നിൻ, എല്ലാ വിജ്ഞാന ശാഖകളിലും അദ്ദേഹത്തിന് ഇരുത്തം വന്ന ഒരു നേതൃത്വപരമായിട്ടുള്ള പങ്കുണ്ടാവണം. അതേപോലെ തന്നെ വായ്യഉമ്മ ഇൽമഹു അഹ്ലൽ സമൻ, അദ്ദേഹത്തിന്റെ വിജ്ഞാനം ആ കാലഘട്ടത്തിലുള്ളവർക്കെല്ലാം ഉപകാരപ്പെടും വിധത്തിൽ പ്രസിദ്ധമാവുകയും അദ്ദേഹത്തിന്റെ വിവരങ്ങൾ വിശദീകരിക്കപ്പെടുകയും ചെയ്തിരിക്കണം. വായ്യക്കൂന ഫി ഹദീസിൻ,
ഖദ് റവ മിൻ അഹ്ലി ബൈത്തിൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ നിന്നു തന്നെ ഹദീസിന്റെ വിഷയത്തിലുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കാനാവശ്യമായ സംവിധാനമുണ്ടാകണം. വകൗനുഹു ഫർദൻ, അദ്ദേഹം ഒരു ഏകാംഗമെന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ, പകരം വെക്കാൻ ആളില്ലാത്ത വിധത്തിൽ പ്രസിദ്ധനായ ഖദ് റതക്കൽ ഹദീസ, അദ്ദേഹം ഹദീസ് കുറിച്ച് സംസാരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റും വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അങ്ങനത്തെ ആളാണ് മുജദ്ദിദാകേണ്ടത് എന്ന് പറഞ്ഞ് 8 നൂറ്റാണ്ടിലുള്ള മുജദ്ദിദുകളെ എണ്ണിയതിനു ശേഷം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹാദിഹി താസിഅത്തുൽ മീന ഖദ് അതത് വലാ യഖ്ലൂഫു മൽ ഹാദി വഅദ് വഖദ് റജൗതു അന്നനിൽ മുജദ്ദിദു ഫീഹാ ഫളലുല്ലാഹി ലൈസ യുജ്ഹദു. 9ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഞാനായിരിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടുള്ളവരിപ്പോ സുയൂത്തിമാമൻ എണ്ണാൻ കഴിയില്ലല്ലോ. കാരണം 9ാം നൂറ്റാണ്ടോടുകൂടെ അദ്ദേഹത്തിന്റെ അവസാനിക്കുന്നു. എന്നിട്ട് അവസാന മഹാനവറുകൾ പറഞ്ഞു നിർത്തുന്നത് ഇനി ഏറ്റവും അവസാനമായി ആഖിറൽ മുഈന ഫീമാ യഅതി ഈസാ നബിയുല്ലാഹി ദുല്ലായാതി, ഏറ്റവും അവസാനത്തെ നൂറ്റാണ്ടിൽ ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഒരു ഭരണാധികാരി എന്ന നിലക്ക് വന്നുകൊണ്ട് മുജദ്ദിദായി സമൂഹത്തിൽ പ്രവർത്തിക്കും. അങ്ങനെയാണ് ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ നടക്കുക എന്ന് കൂടി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 2ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്ന സ്ഥാനത്തിന് അർഹനാകാൻ പറ്റും വിധത്തിൽ വിജ്ഞാനത്തിന്റെ ശക്തമായിട്ടുള്ള വൈപുല്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് ഹദീസ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ലോകത്തുണ്ടാവുന്നത് നാണക്കേടാണ് എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു തആല നമ്മയൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.